കൊമ്പൻ ഊട്ടോളി പ്രസാദിന് ഉത്സവപൂരങ്ങളിൽ എഴുന്നള്ളിക്കുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാതല നാട്ടാന സംരക്ഷണ സമിതി യോഗമാണ് ആനയെ എഴുന്നള്ളിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. തൃശൂർ ജില്ലയിലെ ആമ്പല്ലൂർ എന്ന സ്ഥലത്തുള്ള ഊട്ടോളി കൃഷ്ണൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ആനയാണ് പ്രസാദ്. ഏകദേശം 20 വർഷത്തോളമായി ഇടതുമുൻകാലിന് വൈകല്യമുള്ള ആനയെ കൃഷ്ണൻകുട്ടി പരിപാലിച്ചു വരികയായിരുന്നു. കാലിന്റെ ചികിത്സയ്ക്കായി ആനയെ ഉടമയിൽ നിന്ന് ഏറ്റെടുത്ത് കോടനാട് ആന ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടിരുന്നു. ഉത്തരവ് ലംഘിച്ച് ആനയെ വിശ്രമമില്ലാതെ എഴുന്നള്ളിച്ചതിന്റെ ദൃശ്യങ്ങൾ സഹിതം നാട്ടാന സംരക്ഷണ സമിതിക്ക് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വിശദീകരണവും തേടിയിരുന്നു. ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന വെറ്റിനറി സർജൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്സവത്തിന് എഴുന്നള്ളിച്ചതെന്നായിരുന്നു വനം വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ ഉത്തരവ് ലംഘിച്ച് ആനയെ എഴുന്നള്ളിച്ചത് ചട്ടവിരുദ്ധവും കോടതിയലക്ഷ്യവുമാണെന്ന് വിമർശനവും ഉയർന്നു. ആനയെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നും നിർദ്ദേശം തേടാനും അതുവരെ എഴുന്നള്ളിപ്പുകൾ ഉൾപ്പെടെ ഒരു പരിപാടിക്കും മറ്റൊരിടത്തേക്കും ആനയെ കൊണ്ടുപോകരുതെന്നും കളക്ടർ അധ്യക്ഷനായ നാട്ടാന നിരീക്ഷണ സമിതി വ്യക്തമാക്കി. അവശതകൾ ഉണ്ടായിരുന്നിട്ടും എഴുന്നള്ളിപ്പിന് ഫിറ്റ്നസ് നൽകിയതുമൂലം കഴിഞ്ഞ ദിവസം തളർന്നു വീണ് ചെരിയേണ്ടി വന്ന വെട്ടിക്കാട്ട് ചന്ദ്രശേഖരനെ പോലെ ആനയുടെ ശാരീരിക അസ്വസ്ഥതകൾ മറച്ചുവെച്ച് ഫിറ്റ്നസ് നൽകി എഴുന്നള്ളിപ്പിനയക്കുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആന മുതലാളിമാരും ഒന്നോർക്കണം, അതും ഒരു ജീവനാണ്. അവർക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. സമയമാകും മുൻപേ അവരുടെ ജീവനെടുക്കുന്ന കാലനാകാൻ ഒരിക്കലും ഇടവരരുത്.